പലപ്പോഴും ധ്യാനിക്കുന്ന ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. അതിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അതിൽ ചിലതൊക്കെ നമ്മുടെ യുക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലത് നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ്. ചിലതൊക്കെ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അത്തരത്തിൽ ഒരാളുടെ ധ്യാനത്തിൽ നിന്നുമുണ്ടായ അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇത് വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, ഇത് ശരിയാണെന്നും പറയുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയൊരു അറിവായതുകൊണ്ട് ഷെയർ ചെയ്തതെന്ന് മാത്രം. അദ്ദേഹം പറയുന്നത് ധ്യാനത്തിൻ്റെ സഹായത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടായതാണ്. അതിൽ 2 തരം കാഴ്ചകൾ അദ്ദേഹത്തിനൊരിക്കൽ കാണാൻ സാധിച്ചു. ഒന്ന് നമ്മുടെ തന്നെ ഫ്യൂച്ചറിൻ്റെ, ഭൂമിയുടെ ഫ്യൂച്ചറിൻ്റെ. 2000 വർഷം കഴിഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥ എന്താണ്, അത് അദ്ദേഹം കണ്ടു അത്രേ. മറ്റൊന്ന് ഇപ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരു നാട്ടിലെ ജീവിതം. മറ്റൊരു നാടെന്നാൽ മറ്റൊരു ലോകം, മറ്റൊരു ഗ്രഹം, അവിടുത്തെ ജീവിതം. അത് രണ്ടും എന്താണ്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ വ്യക്തി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സഹായത്തോടെ, ധ്യാനത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹത്തിനൊരു വിഷൻ കിട്ടിയതാണ്. അത് അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചതാണ്. അദ്ദേഹത്തിനൊരാഗ്രഹം, ഈ ഭൂമിയുടെ ഫ്യൂച്ചർ എന്താണ്? കാരണം പലരും പറയുന്നു ഭൂമി നശിക്കാൻ പോകുന്നു, ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ നശിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായി, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം ചോദിച്ചത് 4000 AD നമ്മൾ എങ്ങനെ ജീവിക്കുന്നതാണ്, അതായത് ഇപ്പോഴത്തെ നിന്നും 2000 വർഷങ്ങൾക്ക് ശേഷം. ഗുരു ആ ആഗ്രഹം സമ്മതിച്ചു കൊടുത്തു അത്രേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലൂടെ വിഷൻ കിട്ടി. ആ വിഷനിൽ അദ്ദേഹം കണ്ടത് 4000 AD നമ്മൾ ഈ ഭൂമിയിലല്ല ജീവിക്കുന്നത് എന്നാണ്. ഈ ഭൂമിയിൽ ആരുമില്ല. ഭൂമിക്ക് ചുറ്റും ഒരുപാട് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു അത്രേ. ഈ സാറ്റലൈറ്റ്സിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാഴ്ചയാണിത്. അദ്ദേഹം പറയുന്നത് സാറ്റലൈറ്റുകളിലെ മനുഷ്യരുടെ ജീവിതം ഇപ്പോഴുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണെന്നാണ്. അവർ നമ്മളെക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരുന്നു അത്രേ. അദ്ദേഹം പറയുന്നത് ആ കാലത്ത്, ആ സമയത്ത് യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, ഇങ്ങനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെന്നാണ്. അറിവ് കൈമാറുന്നത് തലച്ചോറിലേക്ക് നേരിട്ടാണത്രേ. അതിന് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലത്രേ. കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നിയേക്കാം, വിശ്വസിക്കാൻ വലിയ പ്രയാസം തോന്നിയേക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് 2000 വർഷം കഴിയുമ്പോൾ മനുഷ്യരുടെ അവസ്ഥ ഇതായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഒരുപോലെ അറിവുള്ള അവസ്ഥയാണത്രേ. വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കേൾക്കാം. ഇനി നമുക്ക് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഇല്ലയോ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കൊച്ചു കോൺസെപ്റ്റിനെ കുറിച്ച് പറയട്ടെ. ലോ ഓഫ് പ്രോബബിലിറ്റി. മാത്സിലുള്ളൊരു ലോ ആണത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടും നമ്മൾ അറിയേണ്ട, ഇതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. നോക്കൂ, കണക്കിൻ്റെ ഭാഷയിൽ നമ്മൾ ശരിക്കും പോയി പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണക്കിൻ്റെ ഭാഷയിൽ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരല്ലാതെ വേറെ ഒരു ജീവൻ ഉണ്ടാവാൻ 100% സാധ്യതയുണ്ട്. വേറെയും ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാവുമെന്ന് കണക്ക് തീർത്തും പറയുന്നു. എങ്ങനെയാണത്? കാരണം അവർ പറയുന്നത് എല്ലാത്തിനും സാധ്യതയുണ്ടെന്നാണ്. അതാണ് ലോ ഓഫ് പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന് നമുക്ക് നല്ലൊരു ഉദാഹരണം നോക്കാം. നോക്കൂ, ഒരു സാധാരണ കോയിൻ എടുക്കുക. സാധാരണ കോയിൻ, അതിൽ ഹെഡ്സും ഉണ്ട്, ടെയിൽസും ഉണ്ട്, ശരിയല്ലേ? തലയുള്ള ഭാഗമുണ്ട്, വാലുള്ള ഭാഗമുണ്ട്. നമ്മൾ ഈ കോയിൻ ഒന്ന് ടോസ് ചെയ്തു, മുകളിലേക്ക് എറിഞ്ഞു. അത് താഴെ വരുമ്പോൾ അതിലൊന്നെങ്കിൽ ഹെഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ടെയിൽസ് ആയിരിക്കും, ശരിയല്ലേ? നിങ്ങളിങ്ങനെ 10 തവണ ഈ കോയിൻ ടോസ് ചെയ്തു എന്നിരിക്കട്ടെ. എന്തായിരിക്കും ഔട്ട്കം? എന്തായിരിക്കും റിസൾട്ട്? 10 തവണയും ഹെഡ്സ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ടെയിൽസ് വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? ശരി, തൽക്കാലം നമുക്ക് ഊഹിക്കാം, തൽക്കാലം നമുക്ക് അങ്ങനെ ചിന്തിക്കാം, 10 തവണയും ഹെഡ്സ് തന്നെ വന്നു എന്ന്. പക്ഷേ ഇനി ഇതേ കോയിൻ നിങ്ങൾ 100 തവണ ടോസ് ചെയ്താൽ, 1000 തവണ ടോസ് ചെയ്താൽ, 1,00,000 തവണ ടോസ് ചെയ്താൽ, 1,00,000 തവണ നിങ്ങൾ കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ടെയിൽസ് വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എല്ലാ തവണയും ഹെഡ്സ് ആയിരിക്കുമോ? തീർച്ചയായിട്ടും അല്ല. കുറേ തവണ ഹെഡ്സ് വരുമായിരിക്കും, പക്ഷെ ഒരുപാട് തവണ ടെയിൽസും വരും. കോയിൻ്റെ 2 സൈഡും വരും, ശരിയല്ലേ? ഇതേ റൂൾ തന്നെയാണ് ഇവർ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ വിചാരിച്ചിരുന്നത് ഭൂമിയെപ്പോലെ വേറൊരു ഗ്രഹമില്ലെന്നാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളൊന്നും ഇല്ലെന്നാണ്. പക്ഷെ സയൻസ് വളർന്നപ്പോൾ സയൻസ് പറയുന്നു ഈ പ്രപഞ്ചത്തിൽ
കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ടെന്ന്. ഇതിൽ ഭൂമിയുടെ അതേ സാഹചര്യങ്ങളുള്ള ഗ്രഹങ്ങൾ തന്നെ ഒരുപാടാണ്. നമ്മൾ പ്രോബബിലിറ്റിയുടെ കണ്ണിൽ കൂടി നോക്കിയാൽ മാത്രം മനുഷ്യനെ പോലുള്ള ജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത 28,000 മുതൽ 50,000 ഗ്രഹങ്ങളിൽ വരെയുണ്ട്. അപ്പോൾ വെറുതെ പ്രോബബിലിറ്റിയുടെ കണ്ണിൽ കൂടി നോക്കിയാൽ തന്നെ അന്യഗ്രഹങ്ങളിൽ അന്യഗ്രഹ ജീവികളുള്ള ഗ്രഹങ്ങളുടെ സാധ്യത 100%. എവിടെയെങ്കിലും അവർ ഉണ്ടാവും. ഇനി ചോദ്യം ഇതാണ്, ഇവർ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആണോ അതോ നമ്മളെക്കാൾ പുറകിലാണോ? അതിനും ഇതുപോലെ തന്നെ സാധ്യതയുണ്ട്. ചിലർ നമ്മളെക്കാൾ പുറകിലായിരിക്കും, ചിലർ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കും. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഒരു വ്യക്തിക്ക് ധ്യാനത്തിലൂടെ വിഷൻ കിട്ടിയെന്ന്. അദ്ദേഹം ഇങ്ങനൊരു ഗ്രഹത്തെ കണ്ടിരുന്നു. ആ ഗ്രഹം നമ്മളെക്കാളും അഡ്വാൻസ്ഡായ ഗ്രഹമാണ്. അവിടെയുള്ള ജീവൻ ഏതാണ്ട് മനുഷ്യരെ പോലെയാണ്. രൂപത്തിൽ നമ്മളുമായി സാമ്യതയുണ്ട്, പക്ഷെ എക്സാക്ട്ലി നമ്മളെപ്പോലെയല്ല. അവരുടെ കയ്യിൽ ഒരു പ്രത്യേകതരം ടെക്നോളജി ഉണ്ടായിരുന്നു അത്രേ. അവർക്ക് സമയത്തിൽ മുന്നോട്ടും പുറകോട്ടും പോകാൻ സാധിക്കും അത്രേ. അതായത് അവർക്ക് കഴിഞ്ഞ കാലവും കാണാം, വരാൻ പോകുന്ന കാലവും കാണാം അത്രേ. വീണ്ടും ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, അത്ഭുതകരമാണ്. നിങ്ങളിതൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ നല്ല അറിവായി സൂക്ഷിക്കുക. എന്തായിരുന്നാലും ഇത്തരത്തിലൊരു സാധ്യത ഇല്ലയെന്ന് പറയാൻ സാധിക്കില്ല. അന്യഗ്രഹ ജീവികളുടെ സാധ്യത 100%. നമ്മളവരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും. ഈ ധ്യാനിക്കുന്ന വ്യക്തി പറയുന്നത് ഇത് അദ്ദേഹത്തിന് മാത്രം കാണാൻ സാധിക്കുന്ന കാഴ്ചയാണ് എന്നല്ല. ഇതാർക്കും കാണാം. ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലോട്ട് നോക്കാൻ താല്പര്യമുള്ള ആർക്കും ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. അതിനുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നാൽ മതി. ഇത്തരം ഗ്രഹങ്ങളിലേക്ക് സാധാരണഗതിയിൽ മനുഷ്യൻ എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. കാരണം ഇതൊരുപാട് പ്രകാശ വർഷങ്ങൾ ദൂരെയാണ്. അറിയാത്തവർക്കായി പറയട്ടെ, 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു പ്രകാശവർഷം എന്ന് പറയുമ്പോൾ എത്ര ദൂരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഗ്രഹങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് ഒരുപാട് പ്രകാശവർഷങ്ങൾ ദൂരെയാണ്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനപ്പുറം ദൂരെയാണിവർ. അതുകൊണ്ട് സാധാരണഗതിയിൽ ഫിസിക്കലി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. പക്ഷെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് എവിടെയും പോകാം, ഏത് കാഴ്ചയും കാണാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യും.